യേശും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമറിയാക്കാരി സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണവും അവളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതുമായ കഥയാണ്, അല്ലെങ്കിൽ സംഭവമാണ്. ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, കിണറ്റിൻകരയിൽ യേശുവിനെ വിട്ടിട്ട് ഭക്ഷണം വാങ്ങാനും മറ്റുമായിട്ട് നഗരത്തിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഈശോയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമൊക്കെ അവർ കരുതിയിട്ടുണ്ട്. അവർ ഈശോയോട്, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ, എന്താ കഴിക്കാൻ വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉന്നയിക്കുക. എന്നാൽ ഈശോ അവിടെ കൊടുക്കുന്ന കൃത്യമായ ഒരു ഉത്തരമുണ്ട്. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഒരുപക്ഷെ ആകാംക്ഷയോടെ യേശുവിനെ നോക്കുന്ന ശിഷ്യന്മാർക്ക് അവൻ കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് കൃത്യമായി അറിയാവുന്ന യേശുനാഥൻ തൻ്റെ ദൗത്യ നിർവഹണത്തിൽ മുഴുകി നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക്, ഗ്രാമത്തിലേക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പോകുമ്പോഴും യേശു അവൻ്റെ ദൗത്യം തുടരുകയാണ്. സിക്കാറിലെ കിണറ്റിൻകരയിലേക്ക് വന്ന പാപിനിയായ ഒരു സ്ത്രീയെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ച് അവൾക്ക് പൊതുജീവൻ കൊടുക്കാനുള്ള കൃത്യമായ പദ്ധതി ഈശോയുടെ യാത്രയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളുമായിട്ട് സംഭാഷിക്കുന്നത് മുഴുവൻ അവളെ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് ദൈവ മകളായിട്ട് തിരികെ എത്തിക്കുക എന്ന കൃത്യമായ പദ്ധതിയോടുകൂടിയുള്ളതാണ്. അതേതാണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു സമയത്ത് കിണറ്റിൻകരയിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ ജീവിത സാക്ഷ്യവുമായി തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിയ ആ സ്ത്രീയുടെ അസാന്നിധ്യത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അവളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നും അവളൊരു പുതിയ വ്യക്തിയായി മാറുമെന്നും കൃത്യമായിട്ട് ഈശോ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ദൗത്യം നിറവേറ്റിയത് തൻ്റെ ഭക്ഷണമാണ്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഈ ലോക ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവ്. അത് ചെയ്യുമ്പോൾ തനിക്ക് കിട്ടുന്ന ആത്മീയ ആനന്ദമാണ് തൻ്റെ ഭക്ഷണമെന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുക. ശിഷ്യന്മാർ ഈശോയിൽ നിന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞതിൻ്റെ പൊരുളൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. പക്ഷെ എങ്കിലും അവൻ പറഞ്ഞ വാക്കുകളിലെ വ്യംഗ്യാർത്ഥം ശിഷ്യന്മാർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യതയാണ് എന്നും അത് നിറവേറ്റുമ്പോൾ തൻ്റെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഊർജം തൻ്റെ ഭക്ഷണമാണ് എന്നും അവിടുന്ന് ഉറക്കെ പറയുമ്പോൾ അവിടുന്ന് ശിഷ്യന്മാരെയും തദ്വാര നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് നാമും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകണം എന്ന വലിയ ഒരു ബോധ്യമാണ്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദേവദൂതൻ വന്ന് അവളിൽ പരിശുദ്ധാത്മാവിനാൽ ഉണ്ണി ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോൾ തെല്ലൊരാലോചനയ്ക്ക് ശേഷമെങ്കിലും മറിയം പറയുന്നൊരു ഉത്തരമുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ പിതാവ് ഗബ്രിയേൽ ദൂതനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് സ്വയം ദൈവസന്നിധിയിൽ കൈയാളിച്ചു കൊടുത്തുകൊണ്ട് പറയാതെ പറയുന്നൊരു കാര്യം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്.
ഗെത്സമൻ തോട്ടത്തിലെ കഠോര വേദനയുടെ നടുവിലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ടുപോകട്ടെ എന്ന് പറയുന്ന ഈശോ അടുത്ത ക്ഷണത്തിൽ പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരു ക്രിസ്ത്യാനിക്ക് സ്വന്തം ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റാനുള്ളത് എന്ന് കൃത്യമായിട്ട് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പുത്രന്മാരായിട്ട്, ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ദാസന്മാരായിട്ട് നമുക്ക് ചെയ്യുവാൻ, കടന്നു പോകാൻ സാധിക്കണം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരല്ലേ, കടമ നിർവഹിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയണമെന്ന് ഈശോ ശിഷ്യന്മാരെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെയൊന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആ ദൈവത്തിൻ്റെ ഇഷ്ടം ഒരുപക്ഷെ തിരുവചനങ്ങളിലൂടെ നമുക്ക് അവിടുന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് കാനായിലെ കല്യാണവേദിയിൽ വെച്ച് അമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, തിരുവചനത്തിൻ്റെ പൊരുളുകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ പറയുന്ന കാര്യങ്ങളിലെ പുണ്യവഴികൾ മനസ്സിലാക്കി നന്മയുടെ മക്കളായിട്ട്, നന്മ മരങ്ങളായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. അവരിനെ നന്മ ചെയ്തുകൊണ്ട്, അവരിനെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന പുണ്യവഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെ സഹായിക്കും. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാനായി നിൻ്റെ ദാസൻ, നിൻ്റെ ദാസി ഇതാ തയ്യാറായിരിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപ ചൊരിയണമേ എന്ന്. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും